പാകിസ്ഥാൻ ഇന്ന് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ആഗോളതലത്തിൽ ചർച്ചയാവുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾ രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ പണപ്പെരുപ്പത്തിലെ വർധനവ്, വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലെ ഇടിവ്, പെരുകുന്ന കടം തുടങ്ങിയവ എല്ലാം പാകിസ്ഥാനെ കൂടുതൽ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിക്കുകയാണ്. എന്നാൽ അപകടകരമായ സാമ്പത്തിക അവസ്ഥയെ മറികടന്ന് ഷഹബാസ് ഷെരീഫ് സർക്കാർ മറ്റു ചില കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്നാണ് ശ്രദ്ധേയം. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നതിലുപരി സൈനിക ബഡ്ജറ്റ് വർദ്ധിപ്പിക്കുകയാണ് പാക് സർക്കാർ. അടുത്ത സാമ്പത്തിക വർഷം പ്രതിരോധ ബഡ്ജറ്റ് 18% വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് പാക് സർക്കാർ ഇപ്പോൾ. ഇതോടെ സൈനിക ചെലവ് 2.5 ട്രില്യൺ രൂപയാകും. പാക് സർക്കാർ ജൂൺ 2-ന് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാവുമെന്നാണ് വിവരം. പ്രതിരോധ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുമെന്നും പൊതുചെലവ് ചുരുക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകുകയാണ് സാമ്പത്തിക വിദഗ്ധർ. പാക് സമ്പദ് വ്യവസ്ഥ. നിലവിൽ പാകിസ്ഥാന്റെ കടം GDP അനുപാതം ഏകദേശം 70%. രാജ്യം $25 ബില്യൺ വ്യാപാര കമ്മി നേരിടുന്നു. 3 മാസത്തേക്ക് മാത്രമാണ് നിലവിൽ ഇറക്കുമതി നികത്തുന്നത്. 38% കൂടുതലാണ് പാകിസ്ഥാനിലെ പണപ്പെരുപ്പം. $15 ബില്യൺ വിദേശ നാണ്യ കരുതൽ ശേഖരം. ഇത് 2 മാസത്തെ ഇറക്കുമതിക്ക് മാത്രമാവും പര്യാപ്തമാവുക. IMF ഫണ്ടിലാണ് രാജ്യം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിലെ പാകിസ്ഥാന്റെ GDP വളർച്ച 2.68% മാത്രമായിരുന്നു. 3.6% വളർച്ചയായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ. രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷിയെ ഉത്തേജിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് കഴിഞ്ഞ ജനുവരിയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ പോളിസി നിരക്ക് 12% കുറച്ചിരുന്നു. 2025 ഫെബ്രുവരി വരെയുള്ള കണക്കനുസരിച്ച് പാകിസ്ഥാന്റെ ആഭ്യന്തര ബാഹ്യ കടങ്ങൾ ഉൾപ്പെടെ മൊത്തം പൊതുകടം 75.3 ട്രില്യൺ PKR ആണ്. 2024 ഡിസംബറിൽ ഇത് 74 ട്രില്യൺ PKR ആയിരുന്നു. 2024 ഡിസംബർ വരെയുള്ള പാകിസ്ഥാന്റെ വിദേശകടം 131.1 ബില്യൺ ആണ്. GDPയുടെ 35.1%. 2025 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 22 ബില്യൺ ഡോളറിലധികം ബാഹ്യകടം തിരിച്ചടവുകളാണ് പാകിസ്ഥാനുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിരോധ ബഡ്ജറ്റ്. രാജ്യത്തെ ഭരണനിർവഹണം, ക്രമസമാധാനം എന്നിവ മുതൽ സാമ്പത്തിക വിഷയങ്ങളിൽ വരെ പാക് സൈന്യം എപ്പോഴും മുൻതൂക്കം നേടാറുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി സർക്കാരിനെ മറികടക്കാൻ പോലും പാക് സൈന്യം മുതിരുന്നുണ്ട്. പാക് GDPയുടെ നല്ലൊരു ഭാഗവും സൈന്യമാണ് ചിലവഴിക്കുന്നത്. 2025 സാമ്പത്തിക വർഷത്തിൽ ഇത് GDPയുടെ 2.3% സാമ്പത്തിക വർഷം 2017-നും 2025-നും ഇടയിൽ സൈന്യത്തിന്റെ ബഡ്ജറ്റിൽ 12.6% വളർച്ചയാണ് ഉണ്ടായത്. ഇന്ത്യയുടേത് 8%. അതേസമയം പാകിസ്ഥാനിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായത് GDPയുടെ 2% വളർച്ചയും ആരോഗ്യ മേഖലയിൽ ഉണ്ടായത് 1.3% വളർച്ചയും മാത്രമാണ്. ഇതിനു പുറമെ മിൽബസ് എന്ന പേരിൽ സൈന്യം സ്വകാര്യ കൂട്ടായ്മയും വികസിപ്പിച്ചിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റ്, ബാങ്കിംഗ്, നിർമ്മാണം, കൃഷി, ഷിപ്പിംഗ്, വിദ്യാഭ്യാസം, മാധ്യമങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ മിൽബസിൽ ഉൾപ്പെട്ടിരിക്കുന്നു. പ്രതിരോധ ബഡ്ജറ്റിലെ വർധനവ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് നേരിട്ട തിരിച്ചടികളാണ് സൈനിക ബഡ്ജറ്റ് വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാന് പ്രേരണയായത്. തെഹ്രീക്ക്-ഇ-താലിബാൻ പോലുള്ള ഭീകര സംഘടനകളിൽ നിന്ന് ഉൾപ്പെടെ നേരിടുന്ന പ്രാദേശിക ഭീഷണികൾ, അഫ്ഗാനിസ്ഥാനും ഇറാനുമായുള്ള അതിർത്തി സുരക്ഷ, ചൈനീസ് നിക്ഷേപങ്ങളുടെ സംരക്ഷണം എന്നിവയും പ്രതിരോധ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിക്കുന്നു. J-35 ജെറ്റുകളും ആണവ മിസൈൽ പദ്ധതികളും ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ സൈനിക ആധുനികവൽക്കരണം ചൈനയെ ആശ്രയിച്ചുള്ളതാണ്. പാകിസ്ഥാന്റെ ആഗോള ആയുധ ഇറക്കുമതിയുടെ 4.3% ചൈനയിൽ നിന്നാണ്. ഇതും പ്രതിരോധ ബഡ്ജറ്റ് വർധനവിന് ഇടയാക്കുന്നുണ്ട്.